അറിയാവുന്ന നാട്ടുകാരെ അറിയാവുന്ന നാടിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും എല്ലാ മുടുക്കും എല്ലാ മുക്കും മൂലയും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇതൊരു അന്യമായ സ്ഥലമല്ല, ആരും എനിക്ക് അന്യരല്ല. എല്ലാവരെയും ഇടയിലേക്ക് ഇറങ്ങി പോകാനും അവരോടൊപ്പം നിൽക്കുവാനും ഈ ഒരു അവസരം ഞാൻ പൂർണ്ണമായും വിനിയോഗിക്കും. എല്ലാവരുടെയും പ്രയാസത്തിലും എല്ലാവരുടെയും സന്തോഷത്തിലും എന്ത് കാര്യത്തിനും സാക്ഷരതയായ നമ്മളുടെ നാടിനോടൊപ്പം എല്ലാവരോടൊപ്പം പാവപ്പെട്ടവരോടൊപ്പം മത്സ്യത്തൊഴിലാളികളോടൊപ്പം തീരദേശ പ്രദേശത്തിനോടൊപ്പം എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങൾക്കും ഒന്നിച്ച് നിൽക്കുവാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിന് എല്ലാവരുടെയും പിന്തുണയാണ് ആവശ്യം. അത് തീർച്ചയായും എല്ലാ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനോടൊപ്പമാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണ് സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. അതിന് എല്ലാവരും എന്നോടൊപ്പമുണ്ട്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക വലിയ വെല്ലുവിളിയും കൂടിയാണ് അങ്ങേ പാർട്ടി മുന്നണിയെ കേൾപ്പിക്കുന്നത്. വെല്ലുവിളി എന്ന് പറയുന്നത് പാർട്ടിക്ക് പാർട്ടിയുടേതായ ഉത്തരവാദിത്തമുണ്ട്. നേരത്തെ സഖാവ് പറഞ്ഞതുപോലെ എല്ലാ കെട്ടറപ്പുമുള്ള ഒരു പാർട്ടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. സിറ്റിംഗ് സീറ്റ് തീർച്ചയായും നമുക്ക് തുടരാൻ മുന്നോട്ട് എന്ന മുദ്രാവാക്യം തന്നെയല്ലേ ഇപ്പോഴും നമ്മൾ കേൾക്കുന്നത്. തീർച്ചയായും മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും. രണ്ട് തിരുവനന്തപുരങ്ങളാണുള്ളത്, പാലക്കാട് ഇല്ല ഒരിക്കലും ഇല്ല. 140-ൽ 3 എന്ന് പറയുന്നത് മുഴുവനാവത്തില്ലല്ലോ, വളരെ കുറച്ചല്ലേ ആവുന്നുണ്ട്. തമിഴ്നാടല്ലല്ലോ. അങ്ങനെ രാഷ്ട്രീയ വിശ്വാസി ഇടതുപക്ഷ പ്രവർത്തകനാണ്, ഒക്കെ ശരിയാണ്, ഇടതുപക്ഷ അനുഭാവിയാണ്, ഒപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ്. അതെ, സിനിമാ നടനാണ്. അതിന്റെ ഒരു പശ്ചാത്തലം കൂടി മണ്ഡലത്തിൽ ഗുണം ചെയ്യുമോ ആ ഒരു ബന്ധങ്ങൾ? സിനിമ എന്ന് പറയുന്നതും രാഷ്ട്രീയം എന്ന് പറയുന്നതും രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അധ്യാപകനാണ്, സിനിമ അഭിനേതാവാണ്. ഇതെല്ലാം ഒരു സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തും അവസാനം നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അതിന് ഏറ്റവും നല്ല ഒരു മാധ്യമങ്ങൾ തന്നെയായിരുന്നു അധ്യാപന ജീവിതവും സിനിമാ ജീവിതവും. അത് നമ്മൾ കൂടുതലും സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. താങ്ക് യു ഓൾ. എല്ലാവരുടെയും എപ്പോഴും അനുഗ്രഹം ഉണ്ടാവണം. സുധീർ കരമനയാണ് ഇപ്പോൾ LDFിൻ്റെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം AKG സെൻറ്ററിൽ എത്തിയിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ പാർട്ടി നേതാക്കൾ പ്രഖ്യാപിച്ചു. ഇന്നലെ തന്നെ ന്യൂസ് മലയാളത്തോട് ഇതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിരുന്നു. സ്ഥാനാർത്ഥിയായി വരുമെന്നുള്ള സൂചനയും അദ്ദേഹം കൃത്യമായി നൽകിയിരുന്നു. ഇന്ന് കാര്യങ്ങൾ ബാക്കി വിശദീകരിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ AKG സെൻറ്ററിലെത്തി അദ്ദേഹം മാധ്യമങ്ങളോട് പൊതുവിൽ സംസാരിച്ചു. അതിൽ അദ്ദേഹത്തിൻ്റെ അധ്യാപന ജീവിതവും അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതവും സാംസ്കാരിക ജീവിതവും എല്ലാം ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ കണക്കാക്കുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് വിശദീകരിക്കുന്നത്.